പുരുരുട്ടാതി ഒടുവിലുള്ള 15 നാഴിക, ഉത്രട്ടാതി രേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് ഇപ്പോഴുള്ള സമയം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതാണ്. വ്യാഴം 5-ൽ നിൽക്കുന്നത് ഗുണകരമാണ്. എന്നാൽ ജന്മക്കൂറിൽ ശനി നിൽക്കുന്നത് അത്ര നല്ലതുമല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യുക. തൊഴിൽ രംഗത്ത് അനുകൂലമായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുരോഗതി നേടാൻ കഴിയും. കൂടുതൽ മേഖലകളിൽ നിങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സാധിക്കും. സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് വളരെ ഗുണമുണ്ടാകും. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും പങ്കെടുക്കുന്നവർക്ക് വിജയസാധ്യത കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലായിട്ട് വെച്ച് പുലർത്തുക. പുരോഗതി ഉണ്ടാകുന്നതാണ്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കർമ്മരംഗം വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സന്ദർഭം വന്നു ചേരും. പല രീതിയിലുള്ള അനുഭവ ഗുണങ്ങൾ ലഭിക്കും. യാത്രാക്ലേശം, അലച്ചിൽ ഇത് ചില സമയത്തെങ്കിലും ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ പിരിമുറുക്കം ഒഴിവാക്കാൻ വളരെ ശ്രദ്ധ വേണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടതാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ചില തടസ്സങ്ങളൊക്കെ വന്നേക്കാം. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തനം ചെയ്യുന്നത് ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി പ്രകാരം ഗുണകരമാണ്. വളരെ ശ്രദ്ധിച്ചു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോവുക. ജീവിതത്തിൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ പുരോഗതിയിലേക്ക് എത്താനുള്ള തുടക്കം കുറിക്കാൻ ഈ മാസത്തിൽ അവസരമുണ്ടാകും.